ഇപ്പോൾ നമ്മൾ പാഞ്ചാലമേട്ടിലാണുള്ളത്, ഇടുക്കി ജില്ലയിലെ പാഞ്ചാലമേട്ടിൽ. അപ്പോൾ പാഞ്ചാലമേട്ടിൻ്റെ വിശേഷങ്ങളാണ് അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം 20 രൂപയാണ് അഡൽട്ട്സിന് ടിക്കറ്റ്, അത് കുട്ടികൾക്ക് 10 രൂപയാണ്. അപ്പോൾ ക്യാമറയ്ക്ക് 50 രൂപ ചാർജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തെല്ലാം കാഴ്ചകളുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായിട്ട് ഒരു കൽമണ്ഡപം ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടിന് ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. വെഡ്ഡിങ് ഷൂട്ട് അല്ലെ എന്താണ് പറയുക, വെഡ്ഡിങ് ഷൂട്ടിനൊക്കെയാണ് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെയുള്ള കൽമണ്ഡപം. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്നും കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കിവിടെ കുറേയധികം കുരിശുകൾ കാണാം. അതോടൊപ്പം തന്നെ ആ ഭാഗത്തൊക്കെ നല്ല മഞ്ഞാണ്, നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആ ഭാഗത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ അതിൻ്റെ ഭക്തിഗാനമൊക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, ഒരു ഭക്തിയുടെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ മിക്കവാറും ഫീൽ ചെയ്യുന്നത്. ഒരു ദേവീക്ഷേത്രമാണെന്ന് തോന്നുന്നു. ആ ഭാഗത്തായിട്ടാണുള്ളത്. ഈ ഭാഗത്ത് മൊത്തം കുരിശാണ് അവർ വെച്ചിരിക്കുന്നത്. അങ്ങ് നീളത്തിൽ കുരിശാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. കുറേ നിരത്തി ഒരു സ്പേസ് ഇടവിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പോയി നോക്കാം. പാഞ്ചാലിമേട്ടിൽ ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട്. 8 മണിയാകുമ്പോൾ ഉള്ള ഒരു ക്ലൈമറ്റാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഒരു കൽമണ്ഡപമുണ്ട്, ഇവിടെ കുരിശ്, അതോടൊപ്പം തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സീറ്റിംഗ് സംവിധാനമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു മല നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ മഞ്ഞ് മാറുമ്പോൾ നമുക്ക് ആ മല കാണാം. നമ്മൾ ഇതിനു മുമ്പ് നിന്നത് ആ കൽമണ്ഡപത്തിനടുത്താണ് നമ്മൾ നിന്നത്. അവിടെ നടന്ന് നമ്മളൊരു കുളത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കണ്ടു.
ഇപ്പോൾ നമ്മൾ കാണുന്നത് പാഞ്ചാലിമേട്ടിലെ കുളത്തിനടുത്ത് നിന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ കൂടെ കോട കയറി കിടക്കായിരുന്നു, കുറേ സമയം കൊണ്ട് കോട കയറി കിടക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൂര്യനോട് ഉദിച്ചതൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയായിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത്. ആ മേഘങ്ങളും അതുകൊണ്ടൊക്കെ തന്നെ ആ മലനിരകളും എല്ലാം കാണുമ്പോൾ അടിപൊളിയായിരിക്കും. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത്തരം കാഴ്ചകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്താണ് കേരളം ഒരു സ്വർഗ്ഗമാണെന്ന് സഞ്ചാരികളും എല്ലാ ആളുകളും വിശ്വസിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്യാമറ കണ്ണുകളിൽ ഇതിൻ്റെ ഒരു സൗന്ദര്യം നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ദൂരേക്ക് നോക്കുമ്പോൾ കുറേയധികം വീടുകൾ കാണാം, താഴ്വരകൾ അല്ലെങ്കിൽ മലനിരകൾ കാണാം, അല്ലെങ്കിൽ ദൂരെയുള്ള ഫ്ലാറ്റുകൾ കാണാം. നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടൊരു കുളമാണെന്ന് തോന്നുന്നു. ഇവിടെ കുളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പുതിയതായിട്ടൊരു കുളം അത് നല്ല രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പാഞ്ചാലിമേട് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ വേറൊരു പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാ ഇവിടെ നിന്ന് ഇവിടെ ഈ ഭാഗത്തേക്ക് ആരും വരില്ല എന്നാണ് കരുതിയത്. പക്ഷേ അവിടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ കുറേ പയ്യന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു 360 വ്യൂ ഒന്ന് കണ്ടിട്ട് നമുക്ക് താഴോട്ട് പോകാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാറക്കെട്ടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു 360 വ്യൂ നമുക്കൊന്ന് കാണാം.